നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. വൃന്ദയുടെ മുത്തശ്ശൻ പൂജ നടത്താൻ പറഞ്ഞ അമ്പലം ഇത് തന്നെ തോന്നുന്നു. അമ്പലം അടച്ചല്ലോ. അപ്പൊ വൃന്ദ എവിടെ? നമ്മളിവിടെ എത്തിയപ്പോഴേക്കും അവള് പൂജ കംപ്ലീറ്റ് ചെയ്ത് ഹോസ്റ്റലിലേക്ക് പോയോ? വൃന്ദയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഓൺലൈനിൽ കാണിക്കുന്നുമില്ല. എന്റെ വോയിസ് നോട്ട് നോക്കിയിട്ട് കൂടിയില്ല. അവള് കാരണം നമ്മൾ എല്ലാവരും ടെൻഷനിലാവാണല്ലോ. പൂജ നടന്നുകൊണ്ടിരുന്നപ്പോ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തെന്ന് പറയാം. പക്ഷെ ഇതിപ്പോ കഴിഞ്ഞു കാണില്ല. പൂജ കഴിഞ്ഞില്ലേ, പിന്നെ എന്തിനാ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നെ? ഫോൺ സ്വിച്ച് ഓൺ ചെയ്യാൻ മറന്നുപോയി കാണും. അവള് നമ്മളെ ഓർത്തെങ്കിൽ വിളിക്കേണ്ടതാണല്ലോ. അതെ, നമുക്ക് ആ ചേട്ടനോട് ചോദിച്ചാലോ. ചേട്ടാ ഒന്ന് നിക്കോ. എന്താ ചേട്ടാ, ഈ ക്ഷേത്രം എപ്പോഴാ അടച്ചത്? ക്ഷേത്രം അടച്ചിട്ട് കുറെ നേരമായല്ലോ. ഇനി വൈകുന്നേരം 5 മണിക്ക് തുറക്കൂ. നിങ്ങൾക്ക് തൊഴാനാണെങ്കിൽ 5 മണിക്ക് ശേഷം വന്നാൽ മതി. അപ്പൊ ക്ഷേത്രം അടച്ചിട്ട് കുറെ നേരമായി. പക്ഷെ നമ്മൾ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങുന്നവരെ അവൾ വന്നിട്ടില്ലല്ലോ അവിടെ. നമുക്കേ വാർഡനെ വിളിച്ച് ചോദിച്ചാലോ? അയ്യോ, അത് വേണ്ട. അത് പ്രശ്നവും. അവൾ അവിടെയില്ല, നമ്മുടെ കൂടെ ഇല്ലെന്ന് വാർഡൻ അറിഞ്ഞ ഹോസ്റ്റലിൽ വൻ വിഷയമാവും. വൃന്ദ ഹോസ്റ്റലിൽ എത്തിയോന്ന് അറിയാൻ പിന്നെ എന്താ ഒരു വഴി? വൃന്ദ ഹോസ്റ്റലിൽ ഉണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞാ പോരെ. അതിനൊരു വഴിയുണ്ട്. അനു, നീ മനസ്സ് വെച്ചാ നടക്കും. അയ്യേ, നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നേ? നിനക്ക് മനസ്സിലാവില്ല. നിനക്ക് മനസ്സിലായല്ലോ. റോസ്മേരി ഹൗസ്. ഹലോ, വാർഡനാണോ? യാ, വാർഡനാണല്ലോ. ആരാണ്? ഞാനേ സൂര്യമംഗലത്ത് നിന്നാ വിളിക്കുന്നത്. വൃന്ദ എസ്ഐയുടെ ഓപ്പോളാ. ഓ, വൃന്ദയുടെ വീട്ടിൽ നിന്നാണോ? അവളെ അങ്ങോട്ട് അയച്ച ശേഷം എനിക്ക് വിളിക്കാൻ പറ്റിയിട്ടില്ല. അവിടെ വന്ന ശേഷം വൃന്ദമോൾ എങ്ങനെയുണ്ട്? വൃന്ദ കുഴപ്പക്കാരിയൊന്നുമല്ല. അവളെ നല്ല അച്ചടക്കത്തോടെ ഞങ്ങൾ വളർത്തിയത്. ഒരു മോശ സ്വഭാവം അവൾക്കില്ല. അവള് മാത്രമല്ല മാഡം, അവളുടെ കൂട്ടുകാരികളും അവളെക്കാളും നല്ല കുട്ടികളാ. വൃന്ദയുടെ ഫ്രണ്ട്സിനെയൊക്കെ നിങ്ങൾക്ക് അറിയാമോ? പിന്നെ അറിയാമോന്നോ? ആ കുട്ടികളെ പോലെ നീറ്റായി നടക്കുന്ന വേറെ പെൺകുട്ടികളില്ല. ഇത്രയും നല്ല സ്വഭാവമുള്ള പെൺകുട്ടികളെ കാണാൻ കൂടി കിട്ടില്ല കേട്ടോ. എല്ലാവരെയും ഞാൻ മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ. അല്ല, വൃന്ദയുടെ ഓപ്പോൾ ഇപ്പൊ എന്തിനാ വിളിച്ച്? വൃന്ദമോളെ ഒന്ന് ഫോണിൽ കിട്ടുവോ? ആഴ്ചയിൽ 2 ദിവസമെങ്കിലും അവളോട് മിണ്ടിയില്ലച്ചാ എനിക്ക് ഉറക്കം വരില്ല. അല്ല, വൃന്ദയുടെ ഫോണിലേക്ക് വിളിക്കാറില്ലേ? ഞാൻ രാവിലെ മുതൽ ട്രൈ ചെയ്യാ. വൃന്ദയുടെ ഫോണിൽ കിട്ടുന്നേ ഇല്ല. അതുകൊണ്ടാ മേഡത്തെ വിളിച്ചത്. അവള് രാവിലെ ക്ഷേത്രത്തിൽ പോകുന്നു പറഞ്ഞായിരുന്നേ. പോയോ ആവോ അറിയില്ല. വൃന്ദ അമ്പലത്തിൽ പോയിരിക്കുക. ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. മാഡം, വൃന്ദ എത്തിയില്ലെന്ന് ഉറപ്പാണോ? ഈ സമയം വരെ എത്തിയിട്ടില്ല. അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ഷോപ്പിങ്ങിനോ മറ്റോ പോയിട്ടുണ്ടാവും. ഉടനെ വരുമായിരിക്കും. ഇനി എന്ത് ചെയ്യും നമ്മള്? ശരി മാഡം, എങ്കിലേ ഞാൻ പിന്നീട് വിളിച്ചോളാം. ശരി കേട്ടോ. ടെൻഷനായിപ്പോയി. അല്ല, വൃന്ദ ഇതുവരെ ഹോസ്റ്റലിലും എത്തിയില്ലല്ലോ. അമ്പലത്തിലെ പൂജ കഴിഞ്ഞ് അവൾ വേറെ എവിടെ പോവാനാ? വൃന്ദ ഇത് എങ്ങോട്ട് പോയിട്ടുണ്ടാവും? അവൾ എങ്ങോട്ട് പോവാനാ? അവളെ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ അതിലെന്തോ ഒരു കുഴപ്പമുണ്ട്. ശരിയാ, എന്തോ കുഴപ്പമുണ്ട്. അന്നത്തെ പോലെ ആ മിനിസ്റ്ററിന്റെ മോലെ ആളുകള് ഇനി വൃന്ദ തട്ടിക്കൊണ്ടു പോയി കാണോ? അങ്ങനൊന്നും ആയിരിക്കില്ല. നമുക്ക് നോക്കാം.